അമ്മായി, അമ്മായി, വാ മോളെ, എന്താ പെട്ടെന്നിങ്ങനെ? ഒന്നുമില്ല അമ്മായി. ചെല്ലദുര മോതിരം മറന്നു വെച്ചിട്ട് പോയി. അത് കൊണ്ടുതരാൻ വന്നതാ. അതെന്താ നീ തള്ളവിരലിട്ടിരിക്കുന്നേ? മോതിര വിരലില ഇട്ടിരുന്നത് അമ്മായി. വളരെ ലൂസായിരുന്നു. താഴെ പോവാതിരിക്കാൻ വേണ്ടി ഈ വിരലിലേക്ക് മാറ്റി. ഇപ്പൊ ഊരാൻ വയ്യ. വെള്ളിയാഴ്ചട്ട് എന്തിനാ ഈ മോതിരം ഊരുന്നേ? അത് നീ തന്നെ വെച്ചോ, ഞാൻ മോനോട് പറയാം. അരിയിട്ടിട്ട് വരാം. ഓഹോ, മോതിരത്തിന്റെ കാര്യം പറഞ്ഞ ചെല്ലതരെ കാണാൻ വന്നാണല്ലേ? സത്യമായിട്ട് ആ മോതിരം അയക്കാൻ പറ്റില്ലേ? ഞാൻ വിചാരിച്ചു. പിന്നെ എന്തിനാ നുണ പറഞ്ഞേ? അങ്ങേരുടെ ഓർമ്മയ്ക്കായിട്ട് വെക്കാനാ. നിന്റെ ആശയം ഇവിടെ നടക്കൂല. അതെ, നാവിടക്ക് മിണ്ടാതിരുന്നോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. 2 മക്കളായില്ലേ? നിങ്ങളുടെ വയസ്സ് തന്നെയല്ലേ ഇപ്പൊ അങ്ങേർക്കുള്ളത്? അങ്ങേരുടെ കല്യാണം നടന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു നോക്കി, അങ്ങേര് കേൾക്കുന്നില്ല. അങ്ങേരുടെ മനസ്സ് കല്ലുപോലെയാ. സെന്റിമെന്റ്സ് അടിച്ച ശിലാഹൃദയ അലിയും. നീ പറയണ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഞാൻ എന്ത് ചെയ്യണം? ദിവസവും ചെല്ലത്തുറി എങ്ങോട്ട് പോന്ന് എന്ത് ചെയ്യുന്നു പറയണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓക്കേ, ഡൺ. അയ്യോ, എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? സുഖമായിരിക്കും. വിചാരിച്ചൊരു കിളവിയായി കാണും. നല്ല സ്ട്രോങ് ആണല്ലോ. നമസ്കാരം. എന്താ വന്ന കാര്യം? എന്താണ് വന്നുകൂടെ? ഞാൻ നിങ്ങളുടെ വകലൊരു അനിയനല്ലേ? ചേട്ടൻ അനിയൻ മക്കള്. ചേട്ടത്തി, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. സ്വന്തം പറഞ്ഞു വന്നിരിക്കുന്നു. എന്താ വേണ്ടത്? നിങ്ങൾ ഞങ്ങളുടെ ജാതിയുടെ നേതാവല്ലേ? നല്ലതും ചെയ്ത് നിങ്ങളോടല്ലേ പറയേണ്ടത്? എന്ത് സംഭവിച്ചു? ടൗണിലുള്ള ബസ് സ്റ്റാൻഡ് ഓർക്കാൻ നമ്മുടെ ജാതിക്കാരുടെ ഒപ്പ് ശേഖരിച്ച് കളക്ടർക്ക് പരാതി കൊടുക്കണം. അതിന് നിങ്ങളുടെ സമ്മതം വേണം. ഞാൻ ജാതി സംഘത്തിന്റെ നേതാവായതേ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടിട്ടാ. ഗമേല് നടന്ന് മറ്റുള്ള ജാതിക്കാരുടെ മുമ്പിൽ പോയി കണ്ണുരുട്ടി കാണിക്കാനല്ല. അണ്ണാ, നിങ്ങൾ അയ്യായി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അയാള് നമ്മളോട് അടുക്കുന്നത് തന്നെ നമ്മുടെ ജാതിക്കാർ വോട്ടിന് വേണ്ടിയാ. അയ്യാതൊരൊക്കെ ആരുടെയും സഹായം ആവശ്യമില്ല. അവന്റെ നല്ല ചെയ്തികൾക്ക് വോട്ട് വീഴുന്നത്. അണ്ണ, അയാൾ നല്ലവരെ പോലെ അഭിനയിക്കുകയാണ്. സത്യത്തിൽ അയാളൊരു ജാതി ഭ്രാന്തരാ. ഓക്കെ, ഇനിയൊരു വാക്ക് സംസാരിച്ചാൽ മര്യാദ കെടും. മിണ്ടാതെ പൊയ്ക്കോ. പോകാം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ തലേ കയറില്ല. എന്നാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോ ഞാൻ മാത്രമേ നിങ്ങളുടെ കൂടെ കാണൂ. അപ്പ വരാം. ഇവന്റെ അപ്പനെ കൊന്ന സമയത്ത് ഇവനെയും കൊന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അച്ഛാ, 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോകണം അപേക്ഷ മേടിക്കാൻ. 12 മണിക്ക് നമ്മുടെ സ്ഥലത്ത് ടവർ വെക്കാൻ എയർടെൽ ഓഫീസിൽ നിന്ന് അച്ഛനെ കാണാൻ ആള് വരും. ടവർ ഒരെണ്ണുണ്ടല്ലോ. അല്ല, സിഗ്നലിന് വേണ്ടിയിട്ട് ഒരു ടവർ കൂടി വെക്കണമെന്നാ പറയുന്നത്. ശരി മോനെ. 10 മണിക്ക് തെങ്കാശിൽ വളം വാങ്ങിക്കാൻ പോണം. 11 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. 12 മണിക്ക് തിയേറ്ററിലുണ്ടാവും. ആരോടാ പ്രോഗ്രാം ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഈയുടെ പ്രോഗ്രാം നീയല്ല പറഞ്ഞ, നിന്റെ പ്രോഗ്രാം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ആരോടാന്ന് ചോദിച്ചേ? ആ പെണ്ണിന്. അല്ല, ദാസൽദാരന്. ലോഡ് ഇറക്കേണ്ട സ്ഥലത്തല്ല ഇറക്കേണ്ടത്. അവനോട് അവിടെ ഇറക്കാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്ന് വെച്ച് പറയുന്ന ജോലി ചെയ്യാതെ പറ്റുമോ? അയ്യോ, ബ്രേക്ക് പോയി. അല്ല, ചിലതരെ ആരെങ്കിലും ഒന്ന് പിടിക്കണേ. അയ്യോ, നോക്കെടുക്കണേ, നോക്കെടുക്കേ. അയ്യോ, വണ്ടി നിർത്താൻ പറ്റുന്നില്ല. ബ്രേക്ക് പോയി. ബ്രേക്ക് കിട്ടുന്നില്ല. അയ്യോ, ബ്രേക്ക് പോയി. വണ്ടി എടുക്കുമ്പോ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് എടുക്കാൻ. എടാ മുത്തു, വണ്ടിക്ക് എന്ത് പറ്റിയെന്ന് നോക്ക്. ശരി. ശെൽവി എന്താ ഇവിടെ? അല്ല, കല്ല് വാങ്ങാൻ വന്നതാ. ആമനെന്തെങ്കിലും പറഞ്ഞോടാ? ഇല്ലല്ല, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എത്ര ലോഡ് വേണം? ലോഡൊന്നുമല്ല, ഒരേ ഒരു കല്ല് മതി. ഒരു കല്ലോ? ഒരു കല്ല് വെച്ച് എന്ത് ചെയ്യാനാ? വീടിന്റെ മുറ്റത്തൊരു വേപ്പമരല്ലേ, ഈ കല്ല് വെച്ച് പൂജിക്കാനാ. എടുത്തോളൂ. നിങ്ങളുടെ കൈ കൊണ്ട് എടുത്തു തന്നാ മതി. ഇതാ. എത്ര കാശാ? കാശോ? അല്ല, പൂജിക്കാനുള്ളതാ, വെറുതെ കൊണ്ടുപോകാൻ പാടില്ല. ശരി, നിന്റെ ദൈവത്തിന് ഇതെന്റെ ദക്ഷിണയായിരിക്കട്ടെ. എടി മോളെ, കല്ല് വെച്ച് പൂജിക്കാൻ മാത്രം പോരാ, ദിവസം പൂജ ചെയ്യണം. അതെല്ലാം ഞാൻ ചെയ്തോളാം മുത്തശ്ശി. ഓ, പോയി വെട്ടടാ അയ്യായെ. ഓ, കഴുത കഴുത്ത് വെട്ടാൻ പറയുമ്പോ കാല് വെട്ടിയിരിക്കുന്നു. എടാ, നീ പോയി കുത്തടാ. ഉന്നം നോക്കി തന്നെ കുത്തണം. ഓ, മണ്ടൻ ഒരു കാര്യം മര്യാദക്ക് ചെയ്യില്ല. മുമ്പിൽ നിന്ന് മാറിക്കടാ. എടാ പൊടിയാ, ഇത് പിടിക്ക്, പോയി വെട്ടടാ.
എടാ നീയാടാ പുലി, എന്റെ മകൻ. പോയിരിക്കടാ. എന്റെ അച്ഛനെ കൊന്നവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. അതിനുവേണ്ടി ഇത്രയും മക്കളെ ഉണ്ടാക്കിയത്. ഇത് കണ്ടില്ലേ, 6 ആൺമക്കളാ എനിക്ക്. ഒരുത്തിന് പഴിച്ചാൽ മറ്റവൻ തീർച്ചയായിട്ടും വിട്ടു. അടുത്ത കുട്ടി എങ്ങനെയാ? വയറ്റിലുള്ളപ്പോഴേ സ്കാൻ ചെയ്ത് നോക്കിയില്ലേ? പൊങ്ങച്ചങ്ങിട്ടില്ലേ? എടാ, പന്നിക്ക് 10 കുട്ടികളുണ്ടാകുമ്പോ ആനയ്ക്ക് ഒന്നും ഉണ്ടാവും. പക്ഷെ പന്നിയെ കൊണ്ട് ആന ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പിന്നെ പാമ്പിന് 10 കുട്ടികളുണ്ടായാൽ പറമ്പൊക്കെ വീടാവെന്ന് വിചാരിച്ചോ? 2-1 വിചാരിച്ചു. ഏതാന്ന് പറ. അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ആ കത്തി ഞാൻ വിചാരിച്ചില്ല. അയ്യോ, കള്ളക്കരച്ചിൽ നിർത്തടാ. അണ്ണാ, ആ അയ്യാ നാളെ ഗോപാലപുരത്ത് വെള്ളം ടാങ്ക് തുറക്കാൻ പോവാ. ആദ്യം നീ വെള്ളം കുടിച്ച് കിതപ്പ് മാറ്റ്. എടാ മീശേ, എല്ലാ തവണയും നമ്മൾ തോൽക്കുക ചെയ്യുന്നത്. ഇത്തവണ നമുക്ക് ജയിക്കണം. ഇനി അങ്ങോട്ട് നമ്മുടെ സമയമാ. മുകളിലുള്ളവരുടെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ വിവരം വെളിയിലായ കൊന്നുകളയിൽ തന്നെ ഞാൻ ശരിയാണ് അയ്യ അവസാനിക്കണം. ടാങ്ക് പഴയതാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അയ്യ പുതിയ ടാങ്ക് പണിത് തന്നു. എല്ലാവർക്കും നമസ്കാരം. ടാങ്ക് കെട്ടിയിട്ട് 15 വർഷമായെന്ന കണക്ക് അതിനുള്ളിൽ ലീക്കായിരിക്കാണ്. ആ കോൺട്രാക്ടറുടെ പേരിൽ നിയമപ്രകാരം കേസ് കൊടുത്തിട്ടുണ്ട്. അവന് തീർച്ചയായും ശിക്ഷ കിട്ടും. കേടുവന്ന് ടാങ്ക് ഇരിക്കുന്നത് നമുക്കെല്ലാം ആപത്താ. അതെപ്പോ വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാം. എത്രയും വേഗം നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. അച്ഛ വേഗം പോകാൻ നോക്ക്. കേറ്, വണ്ടി എടുക്ക. അയ്യാ, മോൻ ഇറങ്ങരുതെന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അച്ഛനെ നോക്ക്. വണ്ടി എടുക്ക. എന്തൊക്കെയാണോ നടക്കുന്നത്? ഹലോ,
വണ്ടി എടുത്ത്. Take your positions. Arms at ready. Need your positions.